അബിയെ പോലീസുകാര് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. അബി ഒരുപാട് തവണ പറയുന്നുണ്ട്, ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല, ഞാനേ മൂർത്തി സാറിന്റെ കൊച്ചുമോനാ എന്നൊക്കെ പലതവണ അബി പോലീസുകാരന്റെ അടുത്ത് പറയുന്നുണ്ട്. അവരൊന്നും അത് വിശ്വസിക്കുന്നില്ല. നീ കുറുവാ സംഘത്തിന്റെ ആളാണോ എന്നൊക്കെയാണ് പോലീസുകാർ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ മോഷ്ടിച്ചിട്ടില്ല എന്നൊക്കെ അബി പറയാണ്. അങ്ങനെ നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി നല്ല കണക്കിന് ഇടി കിട്ടുന്നുണ്ട്. ആ സമയത്തും അബി പറയുന്നത്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങൾ എന്തിനാ എന്നെ വെറുതെ ഇങ്ങനെ ഇടിക്കുന്നേ? നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ മൂർത്തി സാറിന്റെ നമ്പർ ഞാൻ തരാം, നിങ്ങളൊന്ന് വിളിച്ചു നോക്ക്. നിന്നെ പോലെ ഒരുത്തനെ മൂർത്തി സാറിന്റെ കൊച്ചുമോനാവില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാ, പിന്നെ എന്തിനാ സാറിനെ വിളിക്കുന്നേ? ഇതറിഞ്ഞാലേ മൂർത്തി സാറ് 4 എണ്ണം കൊടുക്കാൻ തന്നെയേ പറയൂ, പിന്നെ എന്തിനാ ഞാൻ വിളിക്കുന്നേ? അങ്ങനെ വീണ്ടും അബിയെ തല്ലുന്നുണ്ട്. അബിയാണെങ്കില് സങ്കടം കൊണ്ട് ദൈവത്തിനെ വിളിക്കുന്നുണ്ട്. അയ്യപ്പ, ഞാൻ പറഞ്ഞതല്ലേ, അടുത്ത പ്രാവശ്യം ഞാൻ നോയമ്പെടുത്തിട്ട് നല്ല പോലെ മല ചവിട്ടിക്കോളാം, എന്നെ ഒന്ന് രക്ഷപ്പെടുത്ത്. അബി അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് വേണുവിനെ ആണ്. വേണു നന്ദുവിനെ ഒതുക്കാനായിട്ട് കൊട്ടേഷനെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ആൾക്ക് ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആള് കൊള്ളാലോ, കാണാൻ ഭംഗിയൊക്കെ ഉണ്ട്, എന്നാലേ കയ്യിലിരിപ്പ് നല്ല മോശ. 4-5 പേരെ ഒറ്റയടിക്ക് ഇടിച്ചിടാനേ ഇവളെ കൊണ്ട് സാധിക്കും. ഇതിനു മുൻപ് ഞാനൊരു കൊട്ടേഷൻ കൊടുത്തതാ, അവരെ തൂക്കിയെടുത്താ ഇവളെറിഞ്ഞത്. ഇത്തവണയെങ്കിലും അവളെ ഒന്ന് ഒതുക്കണം, അവളുടെ കൈയും കാലും തള്ളി ഒടിച്ച് ഒരു മൂലക്കിലിടണം എന്നൊക്കെ വേണു പറയുന്നു. എന്തായാലും പൈസ തന്നേക്ക് എന്നും പറഞ്ഞ് വേണു പൈസ കൊടുക്കാണ്. ഇത്തവണ ഈ പൈസ വെറുതെ ആവില്ലല്ലോ, കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ പൈസ പോയതാ, ഇപ്രാവശ്യം ഞാൻ പറഞ്ഞ പോലെ ചെയ്യണം എന്നൊക്കെ വേണു വീണ്ടും പറയുന്നുണ്ട്. ഒരു പേടിയും പേടിക്കണ്ട, ഇവളെ ഒതുക്കാനൊക്കെ എന്നെ കൊണ്ട് സാധിക്കും എന്ന് അയാള് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ദേവിയാനിയെ ആയിരിക്കും. ദേവിയാനിയുടെ എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. നയനയാണ് തനിക്ക് ലിവർ തന്നേയെന്ന് ദേവിയാനിയുടെ ഒരു ചെറിയ സംശയം. നടന്ന കാര്യങ്ങളെല്ലാം ദേവിയാനി ഇങ്ങനെ ആലോചിക്കുകയായിരിക്കും. ഹോസ്പിറ്റലിൽ വെച്ച് നയനെ കാണാൻ വന്നതും പലതവണ ആദർശും ജയേട്ടനും ഒക്കെ പറഞ്ഞതും എല്ലാം ദേവിയാനി ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇവര് പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോ നയന് തന്നെയാണ് എനിക്ക് ലിവർ തന്നെന്ന് തോന്നുന്നു എന്നൊക്കെ ദേവിയാനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ അവസാനം ദേവിയാനി ഡോക്ടറെ വിളിക്കുക എന്ന് തീരുമാനിക്കുകയാണ്. ഫോൺ എടുത്ത് ഡോക്ടറെ വിളിക്കുന്നുണ്ട്. ആ പറയൂ ദേവിയാനി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഡോക്ടറെ, എനിക്കിപ്പോ പ്രശ്നമൊന്നുമില്ല, എന്റെ മനസ്സിനായിപ്പോ പ്രശ്നം. എന്തു പറ്റി, എന്താ കാര്യമെന്ന് ഡോക്ടർ ചോദിക്കുകയാണ്. എനിക്ക് ലിവർ തന്ന ആ പെൺകുട്ടി ഉണ്ടല്ലോ, ആ പെൺകുട്ടിയെ എനിക്കൊന്ന് കാണണം. ഡോക്ടറുടെ കയ്യിൽ ആ പെൺകുട്ടിയുടെ നമ്പറോ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അതൊന്ന് എനിക്ക് തരുമോ? ദേവിയാനി, ആ കുട്ടിയും ആ കുട്ടിയുടെ ഫാമിലിയും ഞങ്ങളെടുത്ത് റിക്വസ്റ്റ് ചെയ്തതാ ഡീറ്റെയിൽസ് ഒന്നും ആർക്കും കൊടുക്കരുതെന്ന്. അതെന്താ ഡോക്ടറെ, നമുക്കൊരു സഹായം ചെയ്ത കുട്ടിയെ നമുക്ക് കാണാനുള്ള അവകാശമില്ലേ? അതില്ലാന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ആ കുട്ടി ആരാണെന്ന് അറിയുന്ന പലരും ആ വീട്ടിൽ തന്നെയുണ്ട് ദേവിയാനിയുടെ കൂടെ. അവരൊന്നും ദേവിയാനിയോട് അക്കാര്യം പറയാത്ത സ്ഥിതിക്ക് ഞാനത് പറയുന്നത് ശരിയാണോ? അതുകൊണ്ടാ ആദ്യം അവരെടുത്ത് തന്നെ എല്ലാം ചോദിക്ക്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നല്ല മനസ്സിനുടമയാ ആ കുട്ടി, അത് മാത്രം ദേവിയാനി മനസ്സിലാക്കിയാൽ മതി എന്നും പറഞ്ഞ് ഡോക്ടർ ഫോൺ കട്ട് ചെയ്യാണ്. അങ്ങനെ ദേവിയാനി ആകെ കൺഫ്യൂഷനിലായിരിക്കും. ഇതിപ്പോ എന്തൊക്കെയാ നടക്കുന്നേ, എല്ലാവരും എന്തിനാ എന്നോടത് മറച്ചു വെക്കുന്നേ എന്നൊക്കെ ദേവിയാനിയുടെ മനസ്സിലെങ്ങനെ ഇട്ട് ആകെ കൂടെ ഒരു ടെൻഷനിലായിരിക്കും. അപ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് ജലജ വരുന്നത്. എന്താ ഏട്ടത്തി, എന്താ കാര്യം? അല്ല, നിങ്ങൾക്കൊക്കെ അറിയോ എനിക്ക് ലിവർ തന്ന പെൺകുട്ടി ആരാണെന്ന്? നിങ്ങളെല്ലാവരും അറിഞ്ഞു വെച്ച് എന്റെ അടുത്ത് പറയാതിരിക്കുകയാണോ? എന്താ ഏട്ടത്തി, ഞങ്ങൾക്കറിയില്ല. ഇനി ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ആ പെൺകുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യില്ലേ? 50 ലക്ഷം രൂപ ആ കുട്ടിക്കായിട്ട് ആദർശിന്റെ കയ്യിൽ ഞാൻ കൊടുത്തു വിട്ടതാ, അത് ഇതുവരെ ബാങ്കില് സബ്മിറ്റ് ചെയ്തിട്ടില്ല. ഇത് കേട്ട് ജലജ മനസ്സ് പറയുന്നുണ്ട്, ആവശ്യമില്ലാത്തവർക്ക് പൈസ കൊടുക്കും, ഇതിപ്പോ ആവശ്യമുള്ള ഞങ്ങൾക്കാർക്കും ഈ പൈസ തരുന്നില്ലല്ലോ എന്നൊക്കെ. അത് പിന്നെ ഏട്ടത്തി, ആ കുട്ടിക്ക് അത് ആവശ്യം ഉണ്ടായിരിക്കില്ല, വലിയ പൈസക്കാരായിരിക്കും, അതുകൊണ്ടായിരിക്കും. ഇന്നത്തെ കാലത്ത് കോടീശ്വരന്മാരും ഇതുപോലുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ, അതായിരിക്കും ഏട്ടത്തി. ഏട്ടത്തി വെറുതെ ടെൻഷൻ അടിക്കണ്ട. അങ്ങനെ ജലജ അവിടെ നിന്ന് പോകുന്നു. വീണ്ടും ദേവിയാനി ഇതേക്കുറിച്ച് തന്നെയായിരിക്കും ആലോചിക്കുന്നുണ്ടായിരിക്കുക. ഹോസ്പിറ്റൽ അവശയായി കിടക്കുന്ന സമയത്ത് ജേട്ടൻ വന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളും ദേവിയാനി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ദേവിയാനിക്ക് ഏകദേശം ഉറപ്പാക്കാൻ പറ്റുന്നുണ്ട് നയന തന്നെയാണ് ഈ ലിവർ തന്നെ എന്നെ സഹായിച്ചതെന്ന്. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കുമായിരിക്കും. ആ സമയത്ത് മുത്തശ്ശൻ ജലജയോട് പറയുന്നുണ്ട്, മലയ്ക്ക് പോവാൻ മാലയിട്ടിട്ട് നീയും നിന്റെ മകനും എന്തൊക്കെയാ ഇവിടെ കാട്ടിക്കൂട്ടിയത്, അതുകൊണ്ടൊക്കെ തന്നെയാ അവന് മല കയറാൻ പറ്റാതിരുന്നത്. എന്താ അച്ഛൻ എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നേ? ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? നീ എന്താ ചെയ്യാത്തേ?
നീ ഈ സമയത്ത് സംസാരമൊക്കെ ഒന്ന് കുറയ്ക്കണമായിരുന്നു. നിന്റെ മകനെ പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു. അതിന് അബിക്ക് മല ചവിട്ടാൻ പറ്റാത്തതിന് എന്നെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ അച്ഛാ കാര്യം? അവനെ കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് മലയ്ക്ക് പോവാ. അത് വന്ന് കയറിയുള്ള പ്രശ്നം, അല്ലാതെ എന്റെ പ്രശ്നമല്ല. ഇത് കേട്ട് അടുക്കളയിൽ നിന്ന് ജാനകി വരുന്നുണ്ട്. എല്ലാ മരുമക്കളെയും ഒരുപോലെ പറയണ്ട. അന്തസ്സോടുകൂടി നമ്മുടെ കുടുംബത്തിലോട്ട് കയറി വന്നതാ എന്റെ അനാമിക മോളാ ഈ വീട്ടിലെ ഏറ്റവും നല്ല മരുമകള് എന്നൊക്കെ പറഞ്ഞ് ജാനകി വരുവാണ്. ഈ സമയത്ത് മുത്തശ്ശന് ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. അത്രയും നല്ല മരുമകള് ഇവിടുന്ന് പോയിട്ട് എന്റെ മോളെ വിളിച്ചോണ്ട് വരാൻ ഇവിടെ ആരും ഇല്ലല്ലോ എന്നൊക്കെ ജാനകി പറയാണ്. അതിന് അവള് തന്നെയല്ലേ ജാനകി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അവളുടെ കയ്യിലിരിപ്പ് കാരണാ അവൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ. അതെ, ആ നന്ദു അടിച്ച കാരണല്ലേ. എന്താ അടിയാണെന്നറിയോ നന്ദു അടിച്ചത്? അടിച്ചതിന് പുറമെ നിലത്തിട്ട് ചവിട്ടിയില്ലേ എന്നൊക്കെ ജലജ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, അതൊക്കെ അവൾക്ക് കിട്ടേണ്ടത് തന്നെയാ. നിന്റെ മുൻപിൽ വെച്ചിട്ടല്ലേ നയനെ അവളെ തള്ളിയിട്ടത്. വയ്യാത്ത ചേച്ചിയെ തള്ളിയിട്ടാൽ ഏതൊരനിയത്തിയും അങ്ങനെ തന്നെയാ ചെയ്യൂ. അത് തന്നെയാ നന്ദു ചെയ്തേ. അല്ല അച്ഛാ, അച്ഛൻ എന്താ ഇങ്ങനെ പറയുന്നേ? അവൾക്ക് എന്താ പ്രശ്നം? എപ്പോഴും പറയുന്നുണ്ടല്ലോ അവള് വലിയ അവശതയിലാണ്, അവൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന്. എന്താ കാര്യമെന്ന് ദേവിയാനി ചോദിക്കാണ്. മുത്തശ്ശനൊന്ന് പതറുന്നുണ്ട്. എടുത്ത വഴിക്ക് ജലജ പറയുന്നുണ്ട്, അത് ഏട്ടത്തിക്ക് അറിയില്ലേ, ഏട്ടത്തിക്ക് ലിവർ തന്നതേ അവളാണ് എന്ന്. പെട്ടെന്ന് എല്ലാവരും ഒന്ന് ഞെട്ടാണ്, കൂട്ടത്തില് ദേവിയാനിയും. എന്റെ പൊന്നേട്ടത്തി, അവളുണ്ട് ഏട്ടത്തിക്ക് ലിവറൊക്കെ തരുന്നേ. അവള് വെറുതെ അഭിനയിക്കുക. ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്തും ഏട്ടത്തിയുടെ അസുഖം മൂർച്ഛിക്കണേ എന്നായിരിക്കും അവള് പ്രാർത്ഥിച്ചിരിക്കുക. അങ്ങനെയുള്ളവൾ എങ്ങനെയാ ഏട്ടത്തിക്ക് ലിവർ തരുന്നേ എന്ന് ജാനകി പറയാണ്. ഇത് കേട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, നിർത്ത്, മതി. ഈ കുടുംബത്തിന് വേണ്ടി ഒരുപാട് നന്മകള് നയന മോള് ചെയ്തിട്ടുണ്ട്. നയനയുടെ നന്മയൊന്നും ഇവിടെ ആരും തിരിച്ചറിയുന്നില്ല, അത്രമാത്രം. ഈ കുടുംബത്തിലോട്ട് കയറി വന്ന 2 മരുമക്കളാ നിങ്ങളെ രണ്ടുപേരും. അതിനുശേഷം നയനയും നവ്യയും അനാമികയും ഒക്കെ വന്നു. നിങ്ങളിലൊക്കെ വെച്ചിട്ട് ഈ കുടുംബത്തിന് വേണ്ടി നല്ലത് ചെയ്ത എനിക്കിഷ്ടപ്പെട്ട മരുമകള് നയന് തന്നെയാ. ഇത് പറയുമ്പോ ഇവിടെ ആർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. എന്നാലും ഞാൻ എന്റെ അഭിപ്രായം മാറ്റില്ല. ദേവിയാനി, നീ മനസ്സിലാക്കേണ്ട ഒരു സമയം വരും. ആ സമയത്ത് നയന മോളുടെ എല്ലാ സ്നേഹവും നന്മയും ഒക്കെ നീ മനസ്സിലാക്കും എന്ന് മുത്തശ്ശൻ പറയാണ്. ഇത് കേട്ട് വീണ്ടും ദേവിയാനിക്ക് സംശയങ്ങൾ ഇരട്ടിക്കുകയാണ്. അങ്ങനെ ദേവിയാനിയുടെ മനസ്സില് അതൊക്കെ പറയുമ്പോഴും നയനയുടെ മുഖമായിരിക്കും. പിന്നീട് കാണിക്കുന്നത് അഭിയെ ഇരുത്തിപ്പോയ അമ്പലത്തിലോട്ട് മല കയറി വരുന്ന ആദർശിനെയും ജയനെയും ഒക്കെ ആണ്. അവിടെ വന്ന് നോക്കുന്ന സമയത്ത് അഭിയെ കാണുന്നില്ല. ഫോണിലോട്ട് വിളിക്കുമ്പോ കിട്ടുന്നുമില്ല. അന്വേഷിക്കുന്ന സമയത്ത് ഇങ്ങനൊരാള് ഈ അമ്പലത്തിലോട്ട് വന്നേ ഇല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. അടുത്തുള്ള ചായക്കടയിലൊന്ന് അന്വേഷിക്കാനായിട്ട് പറയുന്നു. അങ്ങോട്ടേക്ക് ജയനും അജയനും പോകുന്നുണ്ട്. ആദ്യം ഒരു ഗ്ലാസ് ചായ കുടിക്കാം, എന്നിട്ട് ചോദിക്കാം എന്നും പറഞ്ഞ് ചായക്കടയിലോട്ട് ചെല്ലുവാണ്. ചായ പറഞ്ഞതിന് ശേഷം ഫോട്ടോ കാണിച്ചു കൊടുത്ത് അന്വേഷിക്കുകയാണ്. ഈ സമയത്ത് ഈ കള്ളനോ എന്ന് ചോദിക്കുകയാണ്. ഇവൻ കള്ളനൊന്നുമല്ല, ഞങ്ങളുടെ കൂടെ വന്നതാ. ഇവനെ കണ്ടിരുന്നോ? ഇവിടെ എല്ലാവരും ഇതേപോലെ തന്നെയാ പറയുന്നത്. ഇവിടെ കള്ളന്മാരുടെ ശല്യം കൂടുതലാ. അതുകൊണ്ട് പരിചയമില്ലാത്ത ആരെ കണ്ടാലും പോലീസുകാർ പിടിച്ചു കൊണ്ടുപോകും. അല്ല, നിങ്ങളുടെ കയ്യിൽ ചായ കുടിക്കാൻ പൈസയുണ്ടോ? ഇല്ലടാ, പൈസയില്ല. ഞങ്ങൾക്ക് നിന്റെ ചായ വേണ്ട എന്നും പറഞ്ഞ് അജയനും ജയനും അവിടെ നിന്ന് പോവാണ്. നേരെ പോലീസ് സ്റ്റേഷനിലോട്ടായിരിക്കും പോകുന്നുണ്ടായിരിക്കുക. അഭിയെ ഇറക്കുന്നുണ്ട്. ഈ സമയത്ത് പോലീസുകാരൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്തത് ഒട്ടും ശരിയായില്ല. ഒരാളുടെ അഡ്രസ്സ് പറയുമ്പോൾ ഒന്ന് അന്വേഷിക്കാനുള്ള മര്യാദ പോലും നിങ്ങൾക്കില്ലല്ലോ. ഇവിടെ ഒരുപാട് കേസുകൾ വരുന്നുണ്ട്. CCTVയിൽ ഇയാളെ പോലെ ഒരാളെ തന്നെയാ കണ്ടത്. അതുകൊണ്ടാ ഞങ്ങൾ പിടിച്ചോണ്ട് വന്നത്. നിരപരാധികളെ പോലീസ് സ്റ്റേഷനിലോട്ട് പിടിച്ചുകൊണ്ടുവന്ന് ഇതുപോലെ തല്ലുന്നതാണോ നിങ്ങളുടെ ശീലം? എന്തായാലും നിങ്ങൾക്കെതിരെ കേസ് എടുക്കേണ്ടതാ. ആ അമ്മാവാ, കേസ് എടുക്ക്. ഇയാള് പലതവണ ഞാൻ ഇയാളോട് പറഞ്ഞതാ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ മൂർത്തി സാറിന്റെ കൊച്ചുമോനാണെന്ന്. എന്നിട്ട് പോലും ഇയാൾ എന്നെ ഒരുപാട് തല്ലി. ഇയാൾക്കെതിരെ കേസ് എടുക്കണം. അബി, നീയും തെറ്റ് ചെയ്തില്ലേ? ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ച് നീ പൈസ കൊടുക്കാതെ പോന്നില്ലേ? അതൊരു പ്രശ്നമല്ലേ? അതുകൊണ്ട് ഇനിയിപ്പോ കേസൊന്നും വേണ്ട. അതിന് ഞാൻ പറഞ്ഞതാ നിങ്ങളൊക്കെ വന്നിട്ട് പൈസ കൊടുക്കാ എന്ന്. അജയൻ പറയുന്നുണ്ട്, അതിന് അവർക്ക് എന്താടാ ഉറപ്പ്? എന്തായാലും നിങ്ങളുടെ തൊപ്പി തെറിപ്പിക്കേണ്ട കാര്യ. ഇപ്പം ഞാൻ ക്ഷമിച്ചിരിക്കുക. ഇവൻ കുറച്ച് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അയ്യപ്പൻ ഇവന് കൊടുത്താണെന്ന് കരുതി ഞങ്ങളിത് ക്ഷമിക്കുകയാണെന്നും പറഞ്ഞ് അബിയെ കൂട്ടി അങ്ങ് പോകുന്നുണ്ട്.